പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും കേൾക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയം ആനന്ദശോഷമായി കണ്ണീർ പൊഴുക്കുന്ന അവസ്ഥയാണ്. അത് ഇന്ന് മുതൽ എന്ന് മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വഹാബികൾ വരെ കാന അസ്ഹാബുൻ നബിയ്യി ബഅദഹു ലാ യദ്കുറൂന ഇല്ലാ ഖശഊ. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ സ്വഹാബികൾ നബി തങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഇല്ലാ ഖശഊ, അവരെ വല്ലാത്ത വികാരധീരതായ ഒരു ആനന്ദ വിഭ്രോഷരായ മനുഷ്യന്മാരായി അവർ മാറുമായിരുന്നു എന്ന് ചരിത്രം പറയാം. എന്നിട്ടോ അവരുടെ തൊലി ഇങ്ങനെ വിറക്കുമായിരുന്നു നബി എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. നമുക്കൊക്കെ വേണ്ടത് അതാണ്. മദീന പറയുമ്പോ, മക്ക പറയുമ്പോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മ ആ ദിനമാണ് കടന്നു വരുന്നത് എന്ന് കേൾക്കുമ്പോ നമ്മുടെ രോമങ്ങൾ ആശ്വാസശോഷരായി എഴുന്നേറ്റ് നിൽക്കണം, രോമാഞ്ചം കൊള്ളണം. നോക്കൂ നിങ്ങൾ, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു വലിയ വിപ്ലവത്തിന്റെ നാന്ദി കുറിച്ച മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിൽ ഒരു അറബിക്ക് അനറബിയെക്കാളോ ഒരു അനറബിക്ക് അറബിയെക്കാളോ ഒരു വിലയുമില്ല, ഒരു പദവിയുമില്ല. നിങ്ങളെല്ലാവരും സമന്മാരാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക ഇങ്ങനെ വിജയിച്ച് കീഴടക്കി നിൽക്കാൻ എല്ലാ സ്വഹാബികളും മദീനയിൽ നിന്ന് കടന്നു വന്ന് തക്ബീർ ചൊല്ലി ഇങ്ങനെ ഇനി ആരാണ് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുവാൻ വിളിക്കുക, എന്നെ വിളിക്കണേ എന്ന് കാത്തിരിക്കുമ്പോഴാണ് കറുകറുത്ത ബിലാലിനെ ഐന ബിലാൽ, എവിടെ ബിലാൽ, എവിടെ, കടന്നു വരിക ബിലാൽ, കയറുക കഅബയുടെ മുകളിൽ കയറിട്ട്. അന്നേ വരെ ഇസ്ലാമിന്റെ സന്ദേശമായിരുന്ന അല്ലാഹു അക്ബർ എന്ന പുണ്യനാമം ഉരുവിടുക ബിലാലെ എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹ സന്ദേശത്തിന്റെ മഹാനായ വിശ്വഗുരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ സന്ദേശം കൊടുക്കുന്നു. ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സന്ദർഭം ഒന്ന് നോക്കൂ നിങ്ങൾ. ഭാര്യ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. വലമ്മാ ഹദറത് ബിലാലൻ അൽ വഫാത്ത്, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ആഗതമായി. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്. ആ സമയത്ത് നോക്കൂ നിങ്ങൾ, ആ സമയത്ത് തൊട്ടപ്പുറത്ത് നിന്ന് ഭാര്യ പൊട്ടി കരയുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ എന്റെ പ്രിയതമൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോ തന്റെ സഹചരത്തിനെ കരഞ്ഞു പോവുകയാണ്. അത് കരയുന്നതിന്റെ ഒരു വലിയ വേദനയുടെ അടയാളത്തിന് അറബികൾ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ആ സമയത്ത് ബിലാൽ ഇത് കേൾക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് പെണ്ണെ അങ്ങനെ കരയേണ്ട, എന്ന് പറഞ്ഞാൽ സന്തോഷം വരുമ്പോ കരയുന്ന ആ സമയത്ത് പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തിന് അറബി ഗ്രാമറിൽ ഉപയോഗിക്കുന്ന പദമാണ്. നീ വായുസ്ന എന്ന ദുഃഖത്തിന്റെ ആ പദം മാറ്റി എന്നാണ് പറയേണ്ടത്. കാരണം എന്തെന്നറിയോ, ഞാൻ നാളെ മുഹമ്മദ് നബിയെ കാണാൻ പോവുകയാണ്. എന്തിനാണ് നീ കരയുന്നത്? ഒരു മരണത്തിന്റെ വേദനയിൽ പോലും അവരുടെ വേദന, മരണവേദന പോലും മറക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ വികാരതീതമായ സംഭവമാണ് ഓരോ സഹാബിക്കുന്നത്. ഇതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതമാകേണ്ടത്. ലാ യുഅ്മിനു അഹദുക്കും, ഇതിനോട് കൂട്ടി വായിച്ചു നോക്കൂ നിങ്ങൾ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അഖൂല അഹബ്ബ
ഇലൈഹി മിൻ വാലിദിഹി വവലദി വന്നാസി അജ്മഈൻ. ആ സമയത്ത് ആരോ ചോദിച്ചുവത്രേ, സ്വന്തം ഭാര്യയെക്കാളും സ്നേഹിക്കണോ? അതെ, നിങ്ങൾ സഹധർമ്മിണിയെക്കാളും നിങ്ങൾ സ്നേഹിക്കേണ്ടത് എന്നെയാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ഒരാളും നിങ്ങളിൽ വിശ്വാസിയാവില്ല. ലാ യുമിനു അഹദുക്കും, നിങ്ങൾ ഒരാളും പരിപൂർണ്ണ വിശ്വാസിയാവുകയില്ലെന്ന് ആരംഭമായ മുഹമ്മദ് മുസ്തഫ. ഒരാളെ സ്നേഹിക്കണമെങ്കിൽ 3 മാധ്യമങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അയാളെ കാണണം. നമ്മൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. രണ്ടാമത് നബിയെ അനുഭവിക്കണം. അതേ, നമ്മൾ അനുഭവിക്കാൻ തൗഫീഖ് ലഭിക്കാത്തവരാണ്. എന്നാലോ എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത് ആ നബി തങ്ങളെ കേൾക്കണം. അങ്ങനെ കേട്ടാണ് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നബി തങ്ങളെ കേൾക്കാനുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ നമ്മൾ ഉയർത്താൻ നിർബന്ധമാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് വരും തലമുറക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കാനുള്ള സാഹചര്യം തയ്യാറാക്കലാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് ആയിട്ടാണ്, നിതാന്തമായിട്ടാണ് ഇത്തരം മൗലിദിന്റെ സദസ്സുകൾ, അതുപോലെ നബിദിനാഘോഷങ്ങൾ ഒക്കെ നമ്മൾ സംഘടിപ്പിക്കാൻ നമ്മുടെ മേലിൽ കർത്തവ്യം പോലെ ഓരോ വിശ്വാസിയും അതിന് പ്രായത്തമാകുന്നത്. ഒരിക്കൽ മദീന പള്ളിയിൽ ഇങ്ങനെ സ്വഹാബികൾ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് സ്വഹാബികൾ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് എന്തോ ചൊല്ലുന്നത് കണ്ടപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടം കൂടിയിരിക്കുന്ന സഹാബികളുടെ അരികിലേക്ക് ചെന്ന് ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് അവർ പറയുന്നുണ്ട്, നദുല്ലാഹ വനഹ്മദുഹു അലാ മാ ഹദാനാ ലിദീനി. സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചിലരുടെ സംശയം. നബി തങ്ങളെ പുകഴ്ത്തിയിട്ട് സഹാബികൾ ചെയ്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹാബികൾ കൂട്ടം കൂടിയിരുന്നിട്ട് അവർ ദുആ ചെയ്യാൻ, എന്താണ് ദുആ ചെയ്യുന്നത്? പ്രശംസിക്കുന്നത്. അലാമാ ഹദാനാ ദീനി, ഈ പരിശുദ്ധമായ ദീനി ഞങ്ങൾ സന്മാർഗനാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഞങ്ങൾ ദുആ ചെയ്യുന്നു, പ്രശംസിക്കുകയാണ് നബിയെ എന്ന് ആരംഭപൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ അസ്ഹാബി കിറാമികൾ, ആരാണവർ? അസ്ഹാബി കന്നുജൂം, അവർ നക്ഷത്രതുല്യരാണ്. ലഖദ് തദൈതും മഹ്തദൈതും, അവരിൽ ആരെ പിൻപറ്റിയാലും ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലായി എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി നമ്മളോട് പറയാൻ, അതേ നബിയെ നിങ്ങളെ പ്രശംസിക്കുകയാണ്, നിങ്ങളോട് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അല്പസമയം കഴിഞ്ഞ് വന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടം കൂടിയിരുന്ന സഹാബികളോട് പറയാൻ, ഇന്നമാ അതാനി ജിബ്രീലു, എന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈ തൊട്ടടുത്ത നിമിഷം വന്നിരുന്നു. തൊട്ടടുത്ത നിമിഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കലേക്ക് വന്നിട്ട് ഫഅഖ്ബറനി, എന്നോട് പറഞ്ഞു, അന്നല്ലാഹ യുബാനി ബികുമുൽ മലായിക, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി കണ്ടിട്ട്, എന്താണ് അവർ ചെയ്ത പ്രവൃത്തി? അതെ, ഞങ്ങളെ ഈ പരിശുദ്ധമായ ദീനിൽ സന്മാർഗരാക്കിയ ഈ മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളുടെ മേൽ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ, അതുപോലെ നിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തി കണ്ടിട്ട് നിങ്ങളുടെ മേൽ പ്രശംസിക്കാൻ അല്ലാഹു മലായികത്തുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. പള്ളികളായ പള്ളികളൊക്കെ, വീടുകളായ വീടുകളൊക്കെ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ കതീർണമായി വർണ്ണാലങ്കാരങ്ങളിൽ വിഭൂഷരായ ഒരു മുഴുവൻ. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഒരു മാസം എവിടെ പോയാലും പറയാനുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്.
ആർക്കും കേൾക്കാൻ ഇഷ്ടമാരെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധനം ചെലവഴിക്കാൻ എന്തിനു വേണ്ടിയാണ്? എത്രയെത്ര മഹല്ലുകളിലാണ് ലക്ഷക്കണക്കിന് പൈസകൾ ചെലവഴിച്ച് അവിടെ അന്നദാനം നടക്കുന്നത് ആരുടെ പേരിൽ? മഹാനായ മുഹമ്മദ് മുസ്തഫ. കാരണം വേറെ ആർക്കും അത്രത്തോളം അവകാശപ്പെടാൻ ഇനിയൊരു നേതാവില്ല. അങ്ങനെ ഒരു നേതാവ് കടന്നു വരികയുമില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഒറ്റ ചരിത്രം പറയാൻ. സഹീഹുൽ ബുഖാരി ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അതിന്റെ ശറഹാണ് ഫത്ഹുൽ ബാരി. ആ ഫത്ഹുൽ ബാരിയിൽ ഒരു പ്രസിദ്ധമായ ചരിത്രം പറയുന്നുണ്ട്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങനെ മനാമിൽ സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ ഏറ്റവും വലിയ പ്രിയം വെച്ച മനുഷ്യനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സ്വപ്നം കാണുന്നത്. ഇത് ഫത്ഹുൽ ബാരി റിപ്പോർട്ട് ചെയ്തതാണ്. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അതിന്റെ ശറഹാണ്, വ്യാഖ്യാനമാണ് ഫത്ഹുൽ ബാരി. ആ ഫത്ഹുൽ ബാരിയാണ് മഹാൻ പറയുന്നത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാൻ. എന്താണ് സ്വപ്നം എന്നറിയോ? അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അബൂ ലഹബ് മരിച്ചുപോയ ഒരു വ്യക്തിയായിരുന്നു. അബൂ ലഹബിന് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന്റെ ഒരു ചെറുവിരലിൽ നിന്ന് മധുരപാനീയം ഇങ്ങനെ ലഭിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അറിയിക്കപ്പെട്ടു, അദ്ദേഹത്തിന് മധുരപാനീയം ലഭിക്കാനുള്ള കാരണം നബി തങ്ങൾ ജനിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയായ ഹുവൈബത്തുൽ അസ്ലമിയ്യ. നോക്കൂ നിങ്ങൾ, അബൂ ലഹബാരാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നേരിട്ട് ലഅനത്ത് പ്രഖ്യാപിച്ച വ്യക്തിയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂ ലഹബ് നശിച്ചു പോകട്ടെ. പക്ഷേ ഈ മനുഷ്യൻ ഖുർആൻ ശപിക്കപ്പെട്ട വ്യക്തി മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ ആ സമയത്ത് ആ മനുഷ്യൻ സ്വതക്ക ചെയ്തു. എങ്ങനെ? ഹുവൈബത്തുൽ അസ്ലമിയ്യ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചുകൊണ്ട്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ വെച്ച് അദ്ദേഹത്തിന് മധുരപാനീയം നൽകുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു അവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്തോഷിച്ചു എന്ന ഒറ്റ കാരണത്താൽ അതുപോലെ സുഹൈബത്തുൽ അസ്ലമിയ്യയെ മോചിപ്പിച്ചു എന്ന ഈ നബി തങ്ങളുടെ പേരിൽ നബി തങ്ങളുടെ മേലുള്ള സന്തോഷമായി അങ്ങനെ ചെയ്തു എന്ന കാരണത്താൽ ഖബറിൽ വെച്ച് എല്ലാ തിങ്കളാഴ്ച, എന്താ തിങ്കളാഴ്ച അങ്ങനെയുള്ള കാരണം? തിങ്കളാഴ്ചയാണ് മനുഷ്യൻ സന്തോഷിച്ചത്. അന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അതുകൊണ്ട് ഹുവൈബത്തുൽ അസ്ലമിയ്യയെ മോചിപ്പിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് എല്ലാ തിങ്കളാഴ്ചയും ചെറുവിരലിൽ നിന്ന് മധുരപാനീയം ഒരു ആശ്വാസമായി നൽകുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു അവിശ്വാസിയായ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ഭാഗ്യം നൽകുന്നുണ്ടെങ്കിൽ വിശ്വാസിയായ മുഹമ്മദ് നബി നമ്മുടെ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ കീഴിലാണ് നമ്മൾ അവസാനം വരെ ജീവിക്കേണ്ടതെന്ന് വിശ്വസിക്കേണ്ട നമ്മൾ ആ നബി തങ്ങളുടെ മേൽ ചെലവഴിക്കുന്ന ഒരു സംഖ്യയും പാഴാവുകയില്ല. ഒരു മതവും അത് വെറുതെയാകില്ല. ഒരു മൗലികകളും ഒരു ചീരിന് ഹദിയ ചെയ്യലും ഒരു സദഖകളും അതൊന്നും വെറുതെയാവുകയില്ല എന്നാണ് നമ്മൾ ബുദ്ധിയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, എല്ലാ പ്രദേശത്തുള്ളതുപോലെ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മഹല്ലിലും ഇതിന്റെ ഒരു വിഹിതമായി ഇതൊരു ബാധ്യതയായി ഏറ്റെടുക്കരുതെന്ന് ഞാൻ വീണ്ടും പറയാം. ഇതിലേക്ക് ഒരുപാട് സംഖ്യ തന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വതന്ത്രങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചെലവ് വരുന്ന ഒരു വലിയ സംഭവ മുഹൂർത്തമാണല്ലോ പലപ്പോഴും നബിദിനമൊക്കെ എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ മഹല്ലിൽ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലാണ്
പരിപാടികൾ സജ്ജമാക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങളുടെ അകമഴിഞ്ഞ ആ സംഭാവന അവർ നിർദ്ദേശിക്കുന്നത് നമ്മുടെ മഹല്ല് ഭാരവാഹികൾ, കമ്മിറ്റികൾ അത് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അതൊരു ബാധ്യതയായി ഏറ്റെടുക്കാതെ നമ്മുടെ വിഹിതം നബിതങ്ങളുടെ പേരിൽ ആ നേർച്ചകൾ ഒരു നല്ല കാര്യത്തിനല്ലേ, നല്ലൊരു കാര്യത്തിന് നിയ്യത്താക്കി ഇൻഷാ അല്ലാഹ് നോക്കൂ നിങ്ങൾ. അതൊന്നും വെറുതെയാവുകയില്ല, അതൊന്നും പാഴാവുക